റസൂലുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുന്നത് എന്താ? ഉമറേ, ഉവൈസിനെ കണ്ടാല് എവിടെ കണ്ടാലും ദ്വാരപ്പിച്ചോളണം കേട്ടോ സയ്യിദുനാ റസൂലുള്ളാഹ്. എന്ത് ഉവൈസിന്റെ പ്രത്യേകത എന്താ? റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല ഉവൈസ് റളിയല്ലാഹു അൻഹു, കണ്ടിട്ടില്ലല്ലോ. യമനിലെ കറൻ പ്രദേശത്ത് എന്നും വൈകുന്നേരം ആകുമ്പോ ഓടി വരും, ഹൽ മിൻ മദീന, ഹൽ മിൻ മദീന. മദീനത്ത് നിന്ന് ആരെങ്കിലും ഉണ്ടോ? മദീനത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓടിച്ചെന്നിട്ട് അവരുടെ നെറ്റിയിൽ ഇങ്ങനെ ചുംബിക്കും, കൊതി തീരാതെ കണ്ണുകളെ ചുംബിക്കും. എന്റെ റസൂലുള്ളാഹിന്റെ നാട് കണ്ടവരെ, ഇന്നത്തെ ഈ കാക്കന്മാരൊക്കെ അന്നുണ്ടായിരുന്നെങ്കിൽ ശിർക്ക്, കൊടിയ ശിർക്ക് എന്നൊക്കെ പറഞ്ഞേനല്ലേ. അല്ലാഹു നമ്മുടെ ഈമാനിന് കാവല് എന്നതാട്ടോ. എപ്പോഴും ചോദിച്ചോളണം പടച്ചവനോട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എപ്പോഴും ചോദിച്ചോളണം, കൽബിൽ തട്ടിയിട്ട്. ഒരു നിമിഷം മതി ഈമാൻ തെറ്റിപ്പോവാൻ. ഇബ്ലീസ് അത്ര വലിയ ആലിമായിരുന്നു, പെട്ടുപോയത് ഒരൊറ്റ അദബുകേടിന്റെ മുമ്പിലാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഇരിക്കുമ്പോ അറിയുന്നുണ്ട് ഉഹദില് റസൂലുള്ളാഹിന്റെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ട് എന്നാ അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചരിത്രം. പാറക്കല്ലെടുത്തിട്ട് തന്റെ മുൻപല്ലിന്റെ ഒരു ഭാഗം അടിച്ചു പൊട്ടിക്കുക സയ്യിദുനാ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. സഹിക്കാൻ പറ്റണില്ല. ഇനി ഈ പല്ലല്ല, ഇപ്പുറത്തെ പല്ലായിരിക്കും റസൂലുള്ളാഹിന്റെ പൊട്ടിയിട്ടുണ്ടാവുക, അത് അടിച്ചു പൊട്ടിക്കാം. പല്ലടിച്ചു പൊട്ടിക്കുക എന്ന് പറഞ്ഞ വേദന ഇല്ലാത്ത പരിപാടിയാ. വെറും പല്ല് മാത്രം പൊട്ടു, വായ മുഴുവൻ പൊട്ടൂലേ? വായിലെ മുഴുവൻ പല്ലും കരിങ്കല്ല് കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്ന സയ്യിദുനാ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. എന്നിട്ടും മതിയാവണില്ല മനുഷ്യൻ. ഞാൻ ചോദിക്കട്ടെ,